നിങ്ങളുടെ മാരേജ് അറേഞ്ച്ഡ് ആണോ ലവ് മാരേജ് ആണോ? രണ്ടുപേരുടെയും ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ സെക്സ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഉപദേശമായിട്ട് കൂട്ടാം. അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഇപ്പം പണ്ടത്തെ പോലും ഒന്നുമല്ല, നിങ്ങൾ ദേ ഗെറ്റ് യൂസ് നോ ഈച്ച് അതർ അല്ലേ, ദേ വിൽ ബി ഹാവിങ് വീഡിയോ കോൾസ്, അതൊക്കെ ചെയ്ത് അവർക്കറിയായിരിക്കും. പക്ഷേ ഈ ഒരു വീഡിയോ കോൾസിലൂടെ ഇതിലൂടെയൊക്കെ എനിക്കറിയാം ഈവൻ സെക്സ് ചാറ്റൊക്കെ ചെയ്താലും അവർ തകർക്കാൻ പോകാമെന്ന് വിചാരിക്കും ഫസ്റ്റ് നൈറ്റ്. ഇനി ഒരു രക്ഷയില്ല, ദിസ് ഈസ് ദ ഡേ എന്നൊക്കെ പറഞ്ഞ് വലിയ ഹൈപ്പൊക്കെ കൊടുത്തിട്ടായിരിക്കും വെക്കുന്നത്. ദയവ് ചെയ്ത് അങ്ങനെ വെക്കാതിരിക്കുക. അങ്ങനെ വെക്കുമ്പോൾ മിക്കപ്പോഴും അത് പൊട്ടിപ്പോകാനാണ് സാധ്യത. സോ അങ്ങനെയൊക്കെ വെച്ചാൽ ആദ്യ രാത്രി കഴിവതും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ തന്നെ ശ്രമിക്കുക, അതൊന്നും വേണ്ട. പിന്നെ ടേക്ക് സം ടൈം അല്ലേ, ടേക്ക് സം ടൈം. നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കുക, സ്ഥലങ്ങൾ പോവുക, ഒരു കമ്പാനിയൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക, ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുക. അതിൽ നിന്ന് എപ്പോഴൊക്കെയോ ഒരു സ്പാർക്കായിട്ട് ഒരു ലവൊക്കെ വരട്ടെ. നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങൾ ഒന്നു ചേരണമെന്നൊരു സ്വന്തമായിട്ടൊരു അല്ലേ അവർ തന്നെ ആഗ്രഹിക്കട്ടെ. അപ്പോൾ മാത്രമാണ് നിങ്ങൾ ഇൻ്റർകോഴ്സിലോട്ടും കാര്യങ്ങളിലോട്ടും ഒക്കെ പോകേണ്ടതാണ് എൻ്റെ ഒരു സജഷൻ. ഫസ്റ്റ് നൈറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് നൈറ്റ്, തേർഡ് നൈറ്റ് ആ പെൺകുട്ടി എന്താണെന്നല്ല, ആ പെൺകുട്ടിയുടെ ശരീരം എന്താണെന്നുള്ളത്, ആ പെൺകുട്ടി എങ്ങനെ പ്രതികരിക്കുമെന്നാണല്ലോ, അതേപോലെ തന്നെ പുരുഷൻ്റെയും കാര്യങ്ങൾ അറിയില്ല. അങ്ങനെ അറിഞ്ഞൂടാത്ത രണ്ട് കപ്പിൾ ഒരു ഇമ്മീഡിയറ്റ്ലി ഇൻ്റർകോഴ്സിലൊക്കെ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമായിട്ട് തോന്നില്ല. സോ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തു നോക്കും. അറേഞ്ച് കപ്പിൾസാണ്, അറേഞ്ച്ഡ് മാരേജ് കപ്പിൾസാണ്. ഇതിൽ ചിലവർ നമ്മുടെ അടുത്ത് ഇതേപോലെ അറേഞ്ച്ഡ് മാരേജ് കഴിഞ്ഞ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ED ഒക്കെ ആയിട്ട് വരും. അതായത് ഇവർക്ക് ഇറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുന്ന കപ്പിൾസിൻ്റെ അടുത്ത് നമ്മൾ പറയാറുള്ളൊരു ചെറിയ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. സെൻസേറ്റ് ഫോക്കസ് എന്നാണ് ഒരു തെറാപ്പിയുടെ പേര്. അതായത് എന്താണ്, ഞാൻ സാധാരണ പറയുന്നത്, ആ ഒരു വൈഫ് ആ ഒരു ഹസ്ബൻഡിന് ഒരു 15-20 മിനിറ്റ്സ് ഒരു മസാജ് ചെയ്ത് കൊടുക്കുക, ഒരു ഫുൾ ബോഡി മസാജ്. അതുപോലെ തന്നെ ഹസ്ബൻഡും ചെയ്ത് കൊടുക്കുക. ഒരു 2 to 3 വീക്സ് അങ്ങനെ പോകട്ടെ. അതിനുശേഷം ഒരു മ്യൂച്വൽ മാസ്റ്റർബേഷൻ ചെയ്യുക. അങ്ങനെ തുടങ്ങുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ സെൻസേറ്റ് ഫോക്കസ് എന്ന് പറയുന്നത്. ഗീവ് സം ടൈം ഫോർ ഫോർ പ്ലേ. പ്രണയത്തിനും സ്നേഹത്തിനും ഒക്കെ സമയം കൊടുത്തിട്ട് മാത്രം തന്നെ നമ്മൾ ലാസ്റ്റ് ഇൻ്റർകോഴ്സിലൂടെ പോകും. പക്ഷേ ലവ് മാരേജ് ആകുമ്പോൾ ഈ ഒരു പ്രശ്നം മിക്കപ്പോഴും ലവ് മാരേജ് എന്താണ്, ദേ വുഡ് ബി ഹാവിങ് ഇൻ്റർകോഴ്സ്. അവർ ഇതെല്ലാം നേരത്തെ കോൺടാക്റ്റ് ഇൻ്റർകോഴ്സ് ഒക്കെ കഴിഞ്ഞതായിരിക്കും. അപ്പം അവർക്കൊരു പുതുമയോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പക്ഷേ ഇവർക്കൊക്കെ ഇവഞ്ച്വലി എത്തുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ഇൻ്റർകോഴ്സ് ശരിക്കും താഴോട്ട് വരുന്നതാണ് അവർ തോന്നുന്നത്. മേ ബി മന്ത്സൊക്കെ ആവുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോഴൊക്കെ ഞാൻ ആണുങ്ങളോടാണ് പറഞ്ഞത്, യു ഹാവ് ടു പുട്ട് സം എഫേർട്ട്. കാരണം ആണുങ്ങൾക്ക് എന്താ പ്രശ്നം, അവിടെ ഒരു പുതുമയൊന്നുമില്ല, ഒരു പുതിയ നഗ്ന ശരീരമല്ല അവിടെ കാണുന്നത്. ഈ നോസ് ഹെർ. പക്ഷേ അവിടെ ഒരു കുറച്ചും കൂടെ എഫേർട്ട് ഇടുകയാണെങ്കിൽ, നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ട് നിങ്ങൾ ഈ ടച്ചും ഫോർപ്ലേക്കൊക്കെ കുറച്ച് സമയം കൊടുക്കണം, ഡെഫിനറ്റ്ലി ആ ഒരു റിലേഷൻഷിപ്പിന് തന്നെ കുറച്ചും കൂടെ അർത്ഥങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ ആണുങ്ങൾ കുറച്ചും കൂടെ ഒരു എഫേർട്ട് അതിന് ഇടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു.